സുഹൃത്തുക്കളെ, ഇന്ന് കുറച്ച് അമ്പഴങ്ങ പൊട്ടിച്ചു. വീട്ടിൽ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ്. താഴെയുള്ള കൊമ്പ് ഒന്ന് കുറച്ച് കിട്ടി. ഉപ്പിലിട്ട് അച്ചാറിടാന്ന് വെച്ചു. ഈ ഞെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം. ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കണത് കേട്ടോ. ചള്ളാണ് കേട്ടോ, വല്ലാണ്ട് മുത്തിട്ടില്ല. വെള്ളം കുറച്ച് ചൂടാക്കിയിട്ടേ അതിൽ ഉപ്പിടുക. എന്നിട്ട് അമ്പഴങ്ങ അതിലിട്ട് കൊടുക്കുക. ഉണങ്ങിയ ഒരു തുണിയെടുത്ത് വെള്ളമൊക്കെ തുടച്ചെടുക്കുക. ഈ ഭരണിയിലായിരുന്നു ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ ഇതേപോലെ ഉണ്ട്. ഇനി അത് അരിഞ്ഞ് കൊടുക്കുക. 4 പീസാക്കിയാൽ മതി, കുരു ഉണ്ടാവില്ല കേട്ടോ. വെളുത്തുള്ളി കുറച്ച് അധികം വേണം കേട്ടോ. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. വല്ലാതെ വേവിക്കരുത്. പലതരം കളറായി. ഇതൊക്കെ വേപ്പില ഇട്ടുണ്ട്. അരിഞ്ഞൊരു ഭാഗത്ത് വെച്ചിരിക്കുക. മുളകും പൊടി ഇടുക. നല്ല എരിവുള്ള മുളകാണ്, കളറുണ്ട് നല്ല. അതും കൂടി ഇടുക. ഉലുവപ്പൊടി ഇടണം. കായത്തിൻ്റെ പൊടി, ഒരിത്തിരി മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാൻ പാടുള്ളൂ, കാരണം ഉപ്പ് ഇതുമ്മലുണ്ടായിരിക്കും. ഉപ്പിലിട്ടതാണല്ലോ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൽ ഒഴിക്കുന്ന വെള്ളം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നുണ്ട്, ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച്. പിന്നെ ഒരിത്തിരി വിനാഗിരി, അതും കൂടി മതി. ഇത് ഇളക്കുക. അതേ അതിൻ്റെ അപ്പുറത്ത് പപ്പടം വറക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അമ്പഴങ്ങ കിട്ടിയാൽ. അപ്പോൾ വീണ്ടും കാണാം.